മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിൻ്റെ മാറ്റൊലി, മൗലാന മുഹമ്മദ്. ജില്ലാ പ്രസിഡന്റ് ഒ നാരായണനാണ്. ഇന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന കേരള നിയമസഭയുടെ ഉപസമിതി യോഗത്തിൽ പ്രവാസികൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ നോർക്കയായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾക്ക് നാട്ടിൽ തിരിച്ചു വന്ന് 10 വർഷം കഴിഞ്ഞാൽ കൊടുക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. അതിൽ മാറ്റം വരുത്തണം എന്നാണ് പറഞ്ഞത്. ആ 10 വർഷം എന്നുള്ളത് എടുത്തു കളഞ്ഞ് പ്രവാസിക്ക് എന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലേക്ക് നിയമത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് കൂടി കാര്യങ്ങൾ നീക്കണം എന്നും കൂടി ആവശ്യപ്പെട്ടു. അതുപോലെ ലോൺ സംബന്ധമായുള്ള കാര്യങ്ങൾ ബാങ്കുകൾ ഒരു നിസ്സംഗത കാണിക്കുന്നുണ്ട്. അതിൽ ചെറിയ മാറ്റം വരുത്തണം എന്നുള്ള അഭിപ്രായം കൂടി കേരള പ്രവാസി സംഘത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാമെന്നാണ് ഉപസമിതി ചെയർമാൻ കൂടിയായ AC മൊയ്തീൻ, ബഹുമാനപ്പെട്ട MLA AC മൊയ്തീൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ പരിഹാരം കാണും എന്ന് തന്നെയാണ് സംഘടന ഉദ്ദേശിക്കുന്നത്. ദിനേശ് ചന്ദന, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. പ്രവാസികാര്യ വിഷയത്തിൽ പ്രവാസി കോൺഗ്രസിൻ്റെ സജീവ ഇടപെടലിൻ്റെ ഭാഗമായാണ് നിയമസഭാ ഉപസമിതിയുടെ ഇന്ന് കാസർഗോഡ് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുൻകാലങ്ങളിലെന്ന പോലെ ഇന്നും സമിതിയുടെ മുൻപാകെ പ്രവാസി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പെൻഷൻ വർധന ഉൾപ്പെടെ തിരികെ വന്ന പ്രവാസികളുടെ ക്ഷേമത്തിൽ ഉൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. 60 വയസ്സ് കഴിഞ്ഞവരുടെ പെൻഷൻ ആവശ്യം, അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണം, തിരികെ വന്ന പ്രവാസികൾക്കുള്ള തൊഴിൽ ലഭ്യമാക്കുന്ന നടപടികൾ സുതാര്യമാക്കണം. ഇങ്ങനെ മാത്രമല്ല, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഒരുപക്ഷെ പ്രതിസന്ധിനുള്ള CSR ഫണ്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സെസ് തുടങ്ങിയ നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമ പദ്ധതികൾ ഗ്രാമീണ തലത്തിലേക്ക് എത്തിച്ചേരുന്ന തരത്തിൽ പ്രവാസി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുകയും അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, ഒപ്പം പ്രവാസികൾക്ക് തങ്ങളുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാകാൻ ഉതകുന്ന തരത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപവൽക്കരിച്ചിട്ടുള്ള ലോ കേരള സഭയ്ക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നതുൾപ്പെടെ ഈ വിഷയത്തിൽ പ്രവാസി കോൺഗ്രസ് അതിശക്തമായ നിലപാടെടുക്കുന്നു. ഈ പ്രവാസി ക്ഷേമത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന് അധികാരികളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ നിവേദനങ്ങൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലുള്ള കാര്യങ്ങളിലും സജീവമായ ഇടപെടലുകൾ, ആവശ്യമെങ്കിൽ സമരപരിപാടികൾ ഉൾപ്പെടെ പ്രവാസി കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ, സലീം പള്ളിവിള. ഇന്നിപ്പോൾ കേരള നിയമസഭ പ്രവാസി ക്ഷേമകാര്യ സമിതി കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിൽ കൂടിയ യോഗത്തിൽ സംഘടനയെ പ്രതിനിധാനം ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ദിനേശ് ചന്ദനയോടൊപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള എനിക്കും പങ്കെടുക്കാനായി. പ്രവാസി കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ കാതലായ ഒന്ന്, രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന പ്രത്യേകിച്ച് കേരളത്തോടൊപ്പം തന്നെ മഹാരാഷ്ട്ര പോലുള്ള, ഗുജറാത്ത് പോലുള്ള മറ്റ് സംസ്ഥാന, ആന്ധ്രാപ്രദേശ് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും പ്രവാസികളുടെ എണ്ണം വലിയ തോതിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ വരുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും വരുന്ന പ്രവാസികളുടെ റെമിറ്റൻസ്, അതിനനുസൃതമായ പ്രവാസി മേഖലയിലേക്കുള്ള സഹായ സഹകരണങ്ങൾ, അതായത് പ്രവാസി പുനരധിവാസ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ മാതൃകയിൽ പിൻപറ്റിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു ആക്ഷേപം പ്രവാസി കോൺഗ്രസിനുണ്ട്. കേരളത്തിൽ നിന്നുള്ള വിദേശ നാണ്യ ശേഖരം രാജ്യത്തിൻ്റെ ഖജനാവിനെ കുന്നുകൂട്ടുമ്പോഴും രാജ്യത്തിന് ഈ സമ്പത്ത് നൽകുന്ന പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും കേന്ദ്ര ഗവൺമെൻറ് ആ വകുപ്പ് പോലുമില്ല. മുമ്പ്
UPA ഭരണകാലത്ത് പിന്നെ പ്രവാസി ക്ഷേമകാര്യ വകുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പ്രവാസി ക്ഷേമകാര്യ വകുപ്പ് പോലുമില്ല. അത് പോലുമില്ലാതെ പിന്നെ പ്രവാസി ക്ഷേമ രംഗത്ത് ഒരുവിധ സഹായങ്ങളും ഇല്ലാതെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് നടപടിക്കെതിരെ ഇന്നത്തെ പ്രവാസി ക്ഷേമകാര്യ സമിതിയിൽ, നിയമസഭാ സമിതിയിൽ പ്രവാസി കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒന്നാമത്തെ ആവശ്യം ഇത്തരം പിന്നെ നിഷേധാത്മകമായ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെതിരെ പിന്നെ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുകയും കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരുടെയും യോഗം വിളിച്ചുകൂട്ടി ആ എംപിമാരെ കൂടി കൊണ്ട് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ലോകസഭയിൽ ഈ വിഷയം ഉന്നയിച്ച് കേരളത്തിലെ പ്രവാസി പുനരധിവാസ ക്ഷേമ പദ്ധതികൾക്ക് അനുകൂലമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കണമെന്നുള്ളതാണ് മുന്നോട്ട് വെച്ചത്. മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ പറഞ്ഞു. CSR ഫണ്ട്, ക്ഷേമനിധി ബോർഡിനെ പരിരക്ഷ നൽകുവാൻ CSR ഫണ്ട്, അതുപോലെ തന്നെ ഗ്രാമസഭ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും പ്രവാസി കോൺഗ്രസിൻ്റെ ആശംസകൾ, അഭിവാദ്യങ്ങൾ. അബ്ദുൾ റസാഖ് താലക്കണ്ടി, പ്രവാസി ലീഗിൻ്റെ സ്റ്റേറ്റ് കൗൺസിലർ മെമ്പറാണ്. ഇവിടെ കാസർഗോഡ് നിന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ സിറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ സിറ്റിങ്ങിൽ ഞങ്ങൾ പ്രധാനമായി ആവശ്യപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ തിങ്ങി താമസിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് കാസർഗോഡ്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവാസി ക്ഷേമനിധി റീജിയണൽ ഓഫീസ് കാസർഗോഡ് ആരംഭിക്കുക എന്നുള്ളത് ഒരു ഇഷ്യൂ ഓരോരുത്തോടു കൂടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടാണ് റീജിയണൽ ഓഫീസുള്ളത്. അത് വളരെ ദൂരത്തായതുകൊണ്ട് ഈ പ്രദേശത്തെ പ്രവാസികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമ ബോർഡ് നൽകുന്ന ആനുകൂല്യങ്ങൾ ഏതാണ്ട് 6 മാസം അപേക്ഷ കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് കൂടി പെൻഷനും അതുപോലെ മറ്റ് ആനുകൂല്യം ലഭിക്കാൻ സാഹചര്യമുണ്ട്. അത് അടിയന്തരമായി എത്രയും പെട്ടെന്ന് പ്രവാസികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന നടപടി സ്വീകരിക്കണമെന്നും പ്രവാസി ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാസികൾക്ക് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാൻ അവസരം ഇപ്പോൾ ലഭിക്കുന്നില്ല. അത് 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്കും പ്രവാസി ക്ഷേമനിധിയിൽ ഒരു നിശ്ചിത സമയപരിധി വെച്ച് ചേർക്കാനുള്ള അവസരം നൽകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി ഓഫീസുകൾ ആവശ്യമായ സ്റ്റാഫ് ഇപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊരു ഓഫീസിൽ വിളിച്ചാൽ ഒരു ഫോൺ ലഭിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ആവശ്യമായ സ്റ്റാഫിനെ നിയമിച്ച് പബ്ലിക്കിന് ബന്ധപ്പെടുന്നതിന് ടെലിഫോൺ സൗകര്യം കൂടുതൽ ടെലിഫോൺ സൗകര്യം കൂടി ആവശ്യപ്പെടണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾക്ക് കാലോചിതമായ വർധന ഉയർത്തണമെന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രവാസി ക്ഷേമ സംബന്ധിച്ചുള്ള നിയമസഭാ സമിതിയുടെ സിറ്റിങ്ങിൽ ഞാനും ബഹുമാന്യനായ നാഷണൽ ലീഗിലെ ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ മാളിക സാഹിബ് പങ്കെടുക്കുകയുണ്ടായി. നിരവധി വിഷയങ്ങൾ അവിടെ സമിതി മുമ്പാകെ വരികയും അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബഹുമാന്യനായ AC മൊയ്തീൻ MLA ചെയർമാനായിട്ടുള്ള സമിതി അറിയിക്കുകയുണ്ടായി. പ്രവാസികൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ പ്രവാസി ക്ഷേമനിധിയിൽ ചേരുന്നതിന് നിരവധി പ്രവാസികൾക്കുണ്ടായിട്ടുള്ള പ്രായപരിധിയുടെ തടസ്സം, അത് നീക്കുന്നതിനാവശ്യമായ നടപടികൾ സമിതി മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി. നിരവധി പ്രവാസി സംഘടനകൾ ഇന്ന് സമിതി മുമ്പാകെ ഈ പരാതികളാണ് പ്രധാനമായും ഉന്നയിച്ചത്. അതുകൂടാതെ ക്ഷേമനിധിയുടെ റീജിയണൽ ഓഫീസ് കണ്ണൂർ കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിലോ അതല്ലെങ്കിൽ കണ്ണൂരോ അനുവദിക്കണമെന്നും, പിന്നീട് അതുകൂടാതെ പ്രവാസികളുടെ ലോൺ സംബന്ധമായ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള പരിഹാരമുണ്ടാകണം. അതുപോലെ പ്രവാസി സംരംഭങ്ങൾ, കൂട്ടുസംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാവണം. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉന്നയിക്കുകയുണ്ടായി. അതിനൊക്കെ തക്കതായ പരിഹാരം ഉണ്ടാക്കുമെന്നും നിയമസഭാ സമിതി നിയമസഭയിൽ ആ കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് അവതരിപ്പിച്ചുകൊണ്ട് അതിനാവശ്യമായ സഹായവും ഉണ്ടാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.
സ്വാഭാവികമായി ഉണ്ടാകുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആരോഗ്യമുള്ള ഒരു വ്യക്തി തൻ്റെ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹ രോഗികളായ ആളുകളുടെ ശരീരത്തിൽ അതിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താൻ ഇൻസുലിൻ കുത്തിവെക്കേണ്ടതായുണ്ട്. ഒരു വ്യക്തിക്ക് എടുക്കാൻ കഴിയുന്ന നിരവധി തരം ഇൻസുലിനുകൾ ഉണ്ട്. എന്നാൽ ഇത് അവരുടെ ശരീരം എത്രത്തോളം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും അവർ ഏതുതരം ഭക്ഷണമാണ് പിന്തുടരുന്നത് എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഇൻസുലിനോട് പ്രതിരോധിക്കുന്ന ശരീരമുള്ളവരും ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്ന ആളുകളും ഇൻസുലിൻ ഉയർന്ന അളവിൽ എടുക്കേണ്ടതുണ്ട്. ഏത് ഇൻസുലിനാണ് ഉപയോഗിക്കേണ്ടത്, എത്ര ഡോസ് ഉപയോഗിക്കണം, ഏതു സമയത്താണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ ഇൻസുലിൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന്, ആദ്യമായി ഇൻസുലിൻ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ ഡോക്ടർമാർ ദിവസത്തിൽ ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസുലിൻ കൊടുക്കാറുണ്ട്. പ്രമേഹത്തിൻ്റെ തോത് വളരെ കൂടി നിൽക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ നിർബന്ധമായും 2 ഡോസ് ഇൻസുലിനോ അപൂർവം ചില ഘട്ടങ്ങളിൽ 3 ഡോസ് നിർദ്ദേശിക്കാറുമുണ്ട്. ഇൻസുലിന് ശേഷം ചില വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടാം. ഇൻസുലിൻ കുറഞ്ഞ അവസ്ഥയിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ശരീരത്തിൽ ഒരു പ്രത്യേക ഉന്മേഷത്തിന് സാധ്യതയുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, കൂടുതൽ മൂത്രമൊഴിക്കുക എന്നീ ലക്ഷണങ്ങൾ ഉള്ള രോഗിക്ക് ഇവ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇൻസുലിൻ ഡോസ് കൃത്യമല്ല എങ്കിൽ ചില രോഗികളിൽ ഷുഗർ തീരെ കുറയുന്ന ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രോഗികൾക്ക് ഇടയ്ക്ക് തലകറക്കം വരാം, കൂടുതൽ വിയർക്കാം, തലവേദന വരാം, ഓർമ്മശക്തി ശരിയല്ലാതാകുക, ഹൃദയമിടിപ്പ് കൂടുക എന്നീ ലക്ഷണങ്ങളുണ്ടാകാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഇൻസുലിൻ നിർദ്ദേശിച്ച ഡോക്ടറെ ഒന്നുകൂടി കണ്ട് ഡോസ് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venas Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venas Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venas Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venas Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venas Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ പാകൂ. വിളിക്കൂ 9072
767005 or visit www.eduskilling.com. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി, മൗലാന മുഹമ്മദ്